അക്ഷയ, കലോത്സവ നഗരിയിൽ നിന്ന് ഒരുപാട് വിശേഷങ്ങളും വാർത്തകളും ഒക്കെ പങ്കുവയ്ക്കാനുണ്ടെന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. പോരാത്തതിന് ഞാൻ കുറച്ചധികം ബിൽഡപ്പ് ഇടുകയും ചെയ്തു പോയി. അക്ഷയ എന്തൊക്കെയോ കൗതുകം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. ഏതായാലും ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സർപ്രൈസ് ആരാണ്, എന്താണ് എന്നതൊക്കെ അക്ഷയ തന്നെ പറഞ്ഞോളൂ പ്രേക്ഷകരോട്. മോത്തി, ബിൽഡപ്പിനൊന്നും ഒരു കുറവുമില്ല. എന്തായാലും ആ സർപ്രൈസിലേക്ക് നമുക്ക് എത്താം, അല്പസമയത്ത് എത്താൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കലോത്സവം കൊട്ടിക്കയറുകയാണ്. നമ്മൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന് മുൻപിലാണുള്ളത്. ഇതാണ് നിറഞ്ഞു കവിയാൻ പോകുന്ന സദസ്സ് എന്ന് പറയുന്നത്. ഈ സദസ്സാണ്. ഇവിടെ ഇനിയിപ്പോൾ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമായ ഒപ്പന ഉൾപ്പെടെയാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് ഇത്തവണ എല്ലാ സ്റ്റേജുകൾക്കും നൽകിയിരിക്കുന്ന നദികളുടെ പേരാണ്. ഇതിനും ഒരു നദിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. നിള എന്നാണ് ഈ വേദിയുടെ പേരെന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു തലസ്ഥാനത്ത്. അങ്ങനെ മഴ പെയ്തിട്ട് ഈ വേദികളെല്ലാം അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടൊക്കെ പുഴ പോലെ തന്നെ ആയിട്ടുണ്ട്, ചെളിക്കുളമായിട്ടുണ്ട്. ആകെ ആ ഒരു അവസ്ഥ കൂടി ഉണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു വരുന്നൊക്കെ ഇങ്ങോട്ട് നമുക്ക് കാണാം. എന്നാൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ടീം നേരത്തെ തന്നെ നമ്മൾ കാണിച്ചിരുന്നു. ടീം റെഡി ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ റെഡി അല്ലേ? ഇനി കാര്യഗൗരവത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്? ഇന്നത്തെ പ്രധാന ഐറ്റങ്ങളൊക്കെ ഏതാ? ഇന്ന് പ്രധാനമായ ഐറ്റം എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിറഞ്ഞ വേദിയിൽ ആളുകൾ നിറയാൻ പോകുന്ന നാടകത്തിന് എനിക്ക് തോന്നുന്നു ഓരോ കഥകളും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓരോ സ്റ്റോറികളായിരിക്കും. കാരണം അത്രമാത്രം ആശയങ്ങളാണ് ഇന്നലെ സ്കിറ്റിന് പോയപ്പോഴാലും വലിയ രീതിയിലുണ്ടായിരുന്നു. പിന്നെ നൃത്തത്തിന്റെ എല്ലാ വർണ്ണവൈവിധ്യമായ കാര്യങ്ങൾ ഇന്നലെ സംഘനൃത്തം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഭരതനാട്യമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ വിപുലമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഒരു ഡാൻസുകാരിയുണ്ട്. അപ്പൊ ഇന്ന് നൃത്തം തന്നെയാണോ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അല്ല, സ്നേഹിതനെ പറഞ്ഞു എനിക്ക് ഒപ്പന വേണം എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒപ്പന വേണമെന്ന്. ഓക്കെ, എന്തായാലും ആ സർപ്രൈസിലേക്ക് ഞാൻ കിടക്കാണ്. മറ്റാരുമല്ല, നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ് എനിക്കൊപ്പം ഉള്ളത്. മാഡം, സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വൻ ബിൽഡപ്പ് കൊടുത്തു. അതിനൊടുവിലാണ് വരുന്നത്. അപ്പൊ വൻ എൻട്രി ആണ്, മാസ് എൻട്രി ആണ് കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലേ ദൃശ്യങ്ങള് അല്ലേ? ലുക്ക് ആയിട്ടുണ്ടല്ലോ. പൊളി. ഒന്നുകൂടെ കാണിക്കാമോ? നമ്മളൊക്കെ ഔട്ട് കേട്ടോ ഫ്രെയിമിൽ നിന്ന്. മാഡത്തിനെ മാത്രം കാണിച്ചോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് സംസാരിച്ചോ. മാഡത്തിന് ചുറ്റും മാധ്യമങ്ങൾ മാത്രമല്ല, കുട്ടികളാണെങ്കിലും മാഡത്തിനെ കാണുമ്പോൾ ഒരു കൗതുകത്തോടു കൂടി. അത് കാരണം ആ കലോത്സവത്തിന്റെ എല്ലാ കൗതുകം എന്നൊക്കെ പറയുന്നത് അല്ല, ആ കലോത്സവത്തിന്റെ വൈബ് അത്ര തന്നെ ഉൾക്കൊണ്ട ഒരു ചീഫ് സെക്രട്ടറിയാണ് നമുക്കുള്ളത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നും അതാണ്. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ നമുക്കൊരു ചീഫ് സെക്രട്ടറി ഉണ്ടാവും, അവരുടെ പേര് പോലും ആളുകൾക്ക് അറിയില്ല അല്ലെ? ആ ഘട്ടത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി ആഘോഷിക്കുകയാണ് ഇവിടെ കേരളം അല്ലെ? കലോത്സവം തുടങ്ങിയ നാൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നത് എവിടെ ചീഫ് സെക്രട്ടറി എന്നാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് കലോത്സവം? കലോത്സവം കലക്കി അടിപൊളി എന്ന് പറയാൻ എനിക്ക് സന്തോഷം വരുന്നത് കാണുമ്പോൾ. കുട്ടികളെ കാണുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ രീതിയിൽ നിന്ന് ഒന്നും അല്ല, അശുവാണ് എന്ന് കാണിച്ചു തരുന്നതാണ് കുട്ടികൾ. തള്ള വൈബ് ഇവിടെ സാധാരണഗതിയിലെ കുറച്ച് പ്രായം കഴിഞ്ഞവര് നമ്മൾ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയാം. മാഡത്തിന് ആ വൈബൊന്നും ഇല്ലല്ലോ അല്ലെ? അങ്ങനെ ആരും പറയാറുണ്ടോ? ഞാൻ പറയുന്നത് 60s വൈബാണ്. അതാണ് വൈബ്. നമുക്ക് വൈബിലേക്ക് പോയാലോ, വിളിച്ചാലോ? ഇത് ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആസ്ഥാന ഗായകരാണ്. ഇത് ഗായകൻ ഞാൻ റിട്ടയർഡ് കലോത്സവ മത്സരാർത്ഥിയാണ്. എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. പറയരുത് പറഞ്ഞാലും പറയും. എന്തായാലും ഞാൻ കണ്ടപ്പോ ഈ സാരിയും അറ്റാറൊക്കെ കണ്ടപ്പോഴത്തേക്ക് 60ന്റെ ആ കാലഘട്ടത്തിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ 2024ലേക്ക് വരണം. പിന്നെ 2024 ഓക്കെ അല്ലേ? റെഡി അല്ലേ? ആദ്യം പഴയ മൂട്. പക്ഷെ പഴയ മൂടല്ല. എനിക്ക് മാമിന്റെ സാരി കണ്ടപ്പോഴത്തേക്ക് ഒരു പാട്ട് ഓർമ്മ വരുന്നത്. ഓടിവാ കരളെ കണ്ണാളെ പാടിവാ ലൗഗാനം, ഓടിവാ കരളെ കണ്ണാടിവാ ലൗഗാനം, നാണമെന്റെ ചൊല്ലു നാവിറങ്ങിപ്പോയോ മധുര കരിമ്പേ മലതേനെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടെ ദില്ല് നിന്നാട്ടെ, നാണമെന്റെ ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലതേനെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടെ ദില്ല് നിന്നാട്ടെ, നാണമെന്റെ ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലതേനെ മദന കുഴമ്പേ. കഴിഞ്ഞില്ല. ഇത് തള്ള വൈബ് പാട്ട് തന്നെയാണ്. രസം ഉണ്ടെങ്കിലും പാടൂല. ആര് പാടും? 2024 ഒരു പാട്ട്, ഒരു അടിപൊളി പാട്ട്.
അല്ല മാം ഈ പറഞ്ഞതുപോലെ മാം ആണ് ഇപ്പൊ നിലവിൽ കലാതിലകമായി നിൽക്കുന്നത് അവസാന ദിവസം വരെ എനിക്ക് തോന്നുന്നു. ഈ അപ്പിയറൻസ് ഒക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്തത്? അതായത് ഈ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയാ മാം എങ്ങനെയാ ചൂസ് ചെയ്യുന്നത്? ഈ ഡ്രസ്സിങ് സ്റ്റൈലോ? ഡ്രസ്സിംഗ് സ്റ്റൈല്, കമ്മല്, മാല അല്ലേ? ഇതേ ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ കമ്മലും മാലയും 25 വർഷമായിട്ട് അനക്കാതെ വെച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഒരു മോളുണ്ടായി കഴിഞ്ഞപ്പോൾ മോള് ഡ്രസ്സ് ചെയ്യിപ്പിക്കുക വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ടെറക്കോട്ട കമ്മൽ ഇത് വാങ്ങിക്കുക, മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അവളൊക്കെ വാങ്ങിച്ച് കൂട്ടി വെച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൾക്കതൊന്നും ഇഷ്ടമില്ല താനും. എന്നിട്ട് അവൾ അമ്മയുടെ ആഗ്രഹം എന്തിനാ എൻ്റെ മേക്കിട്ടിരുന്ന് കയറ്റുന്നത്, അമ്മ അങ്ങനെ ഇട്ടാ പോരെ എന്ന് അടിച്ചേൽപ്പിക്കുന്ന അമ്മയിൽ നിന്ന് അങ്ങ് മാറി എല്ലാം സ്വന്തം ഇടാൻ തുടങ്ങിയല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഓർത്തു എന്നാ പിന്നെ തുടങ്ങി കളയാം. ആക്ച്വലി മുടി വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചമ്മലായിരുന്നു. മുടി പോയത് കൊണ്ട് മുടി വെട്ടിയതാ. പക്ഷെ അത് വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മേക്ക് ഓവർ വേണ്ടിയുണ്ട്. സാധാരണഗതിയിലെ പെൺകുട്ടികളൊക്കെ പറയും മുടി ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആവുന്നു എന്ന് പറയുന്നത് സാധാരണ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മുടി വെട്ടിയതിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. മുടി അങ്ങനെ കൊഴിഞ്ഞേ നമ്മൾ ഈ ടെൻഷൻ കൊണ്ട് മുടി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ വെട്ടിയാലോ എന്നൊരു തോന്നൽ. അത് ആലോചന വെച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മോള് കയറി വന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അറിയുന്ന മുമ്പ് തന്നെ അവൾ എന്നെ സലൂണിൽ കൊണ്ടുപോയി എൻ്റെ മുടി മുഴുവനും പോയി. അപ്പോൾ മുടി പോയപ്പോഴത്തേക്കും പുതിയൊരവസരം, പുതിയൊരു രൂപം ഉണ്ടാക്കാനായിട്ടുള്ളത്. നിഫ്റ്റിലും കൂടി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സമയം രാഹുൽ ഞാൻ പാട്ട് ആലോചിക്കാൻ തരുന്നതാണേ. ഒരു പാട്ട് ആലോചിച്ചിട്ട് ഒരു പാട്ട് വേണം. മാഡത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം, നമുക്ക് ഒരുമിച്ച് പാടാം. നമ്മുടെ രാഹുൽ എന്തും പാടും. ഇഷ്ടമുള്ള പാട്ടോ? ഒരു അടിപൊളി പാട്ട്, ഒരു വൈബ്. രാഹുൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അടിപൊളി പാട്ടുകളൊന്നും എനിക്ക് അറിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞോ അത് പാടും, ഏത് പാടിൽ പാടും. കാരണം പുതിയ പാട്ട് ഞാൻ ഈ പാട്ട് കേട്ടിട്ട് ഒരു 10 വർഷമായിട്ടോ. അതുകൊണ്ട് 10 വർഷമായി പാട്ട് കേട്ടാലാണ് ഇങ്ങനെ ആട്ടം പാടുന്നത് കേട്ടോ. എന്നാലും അല്ല 10 വർഷത്തിൽ ബാക്കോട്ട് പോകാൻ അറിയാം, പാടാൻ ജെറുസലേം അറിയില്ല. മലയാളത്തിലോ? അല്ല അതൊരു വൈബായ പാട്ടാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു അടിപൊളി പാട്ട് മാഡത്തിനും കൂടി പാടാൻ പറ്റുന്ന ഒരു മലയാളം പാട്ട് തന്നെ മതി അല്ലേ? ഒരു പാട്ട്, ഒരു സജഷൻ വേണോ, 90 വേണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പറയൂ മാഡം കൂടെ പാടും. പാടാനൊന്നും എനിക്ക് കിട്ടൂല. ആ ഒരു കാലഘട്ടം അത് പുതിയതായിട്ട് വന്നൊരു പാട്ടാണ്. എന്തായാലും ഒരു മധുരക്കിനാവ് കണ്ടതുപോലെയാണ് മാം ഇങ്ങനെ ഓടി നടന്ന് വൈബാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവലനേ, തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരുപാട് നന്ദി. അതായത് സാധാരണ നമുക്കിങ്ങനെ സംസാരിക്കാനോ അല്ലേ, ഏതെങ്കിലും കുറെ വർഷമായില്ലേ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹൈറാർക്കിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയമോ ഒന്നുമില്ല. അത് ഏറ്റവും കൂളായി ഞങ്ങളെ പോലുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ സംസാരിക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം ഉദ്യോഗസ്ഥരെ ഉണ്ടാകാറുള്ളൂ. അവരിൽ ഒരാളായതിന് ഒരുപാട് നന്ദി. അതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. പിന്നെ ഈ കലോത്സവത്തിന്റെ ഒരു വൈബ് കൊണ്ടുവന്നതിന് അല്ലേ? ആ വൈബ് ഇവിടെ നിന്നാണ് കിട്ടുന്നതാണ്. തിരുവനന്തപുരത്തേക്ക് കലോത്സവം വരുമ്പോൾ എങ്ങനെയായിരിക്കും? കാരണം ഭരണസ്ഥിരാ കേന്ദ്രം ഇവിടെയാണ്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഏത് തരത്തിലായിരിക്കും ജീവിതത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലോ. എന്തായാലും അല്ല ഇത്രയും കൂളായിട്ടാണെന്ന്. നമുക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എല്ലാവർക്കും വേണം, ആർക്കായാലും ബ്രേക്ക് വേണം. അപ്പൊ ബ്രേക്ക് എടുക്കൂ, ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ഉണ്ടെന്നൊന്നും പറയരുത്. കലോത്സവ വേദിയിൽ 2 ഡാൻസ് കളിക്കും, ഒരു പാട്ട് പാടും, അതല്ലേ മാഡം? അതെ, അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അത് സ്ഥിരാകേന്ദ്രമായാലും ശരി, കൊച്ചു കുഞ്ഞുങ്ങളായാലും ശരി, എല്ലാവർക്കും അവകാശപ്പെട്ട. ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ ഐറ്റമാണ്? അങ്ങനെയല്ല, എന്നാലും ഇഷ്ടമുള്ളത്. സ്കൂളിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പോയിട്ടുണ്ട്, എസ്സേ റൈറ്റിംഗിന് പോയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ് ഏതായിരുന്നു? ഓക്കെ, ഞാനും പണ്ട് സന്തോഷം ഉറപ്പായി നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം.